നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വരികയും എന്നാൽ മറ്റൊരാൾക്ക് അത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതായി കാണുകയും ചെയ്തിട്ടുണ്ടോ? പ്രപഞ്ചം ചിലരോട് മാത്രം കരുണ കാണിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില മനുഷ്യർ തൊടുന്നതെല്ലാം പൊന്നാകുന്നത്? അവർക്ക് എന്തെങ്കിലും അമാനുഷിക ശക്തിയുണ്ടോ? ഇല്ല, അവർക്ക് അങ്ങനെയുള്ള മാന്ത്രിക ശക്തികളൊന്നുമില്ല. എന്നാൽ പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണം എന്ന കൃത്യമായ രഹസ്യം അവർക്കറിയാം. നമ്മൾ പലപ്പോഴും പ്രപഞ്ചത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പ്രാർത്ഥനകളായും ആഗ്രഹങ്ങളായും നമ്മൾ പലതും ചോദിക്കുന്നു. പക്ഷേ അവയൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. അതിന് കാരണം നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പിഴവാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെറുമൊരു അന്ധവിശ്വാസത്തെയോ കേട്ടുകേൾവിയെയോ കുറിച്ചല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ചാണക്യന്റെ തത്വങ്ങൾ എങ്ങനെയാണ് ആധുനിക കാലത്തെ മാനിഫെസ്റ്റേഷൻ ആശയങ്ങളുമായി ചേർന്നു നിൽക്കുന്നത് എന്നാണ്. ചാണക്യനീതി കേവലം രാജാക്കന്മാർക്ക് രാജ്യം ഭരിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ മാത്രമല്ല, അത് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ ഏതു പ്രതിസന്ധിയിലും നേടിയെടുക്കാനുമുള്ള കൃത്യമായ വഴികാട്ടിയാണ്. ആകർഷണ നിയമം എന്നത് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് ഈ നിയമം പറയുന്നത്. എന്നാൽ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കുമോ? അവിടെയാണ് ചാണക്യനീതി നമുക്കാവശ്യമായി വരുന്നത്. പ്രപഞ്ചത്തോട് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്നും ചോദിച്ചതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചാണക്യൻ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. ആ ശക്തിയെ പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത ഊർജ്ജവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആദ്യം വേണ്ടത് ആ ആഗ്രഹത്തിന്റെ വ്യക്തതയാണ്. ചാണക്യൻ പറയുന്നു, ഒരു ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ ചുക്കാനില്ലാത്ത കപ്പൽ പോലെയാണ് എന്ന്. കാറ്റെങ്ങോട്ടാണോ വീശുന്നത് അങ്ങോട്ട് ആ കപ്പൽ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും. എനിക്ക് കുറച്ച് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് പ്രപഞ്ചത്തോട് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് വളരെ അവ്യക്തമായ ഒരു ചോദ്യമാണ്. നിങ്ങൾക്കെത്ര പണം വേണം, ഏതു തരത്തിലുള്ള ജോലി വേണം, അതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ വ്യക്തതയാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടി. നിങ്ങളുടെ ലക്ഷ്യം ഒരു വെള്ളക്കടലാസിൽ എഴുതിവെക്കുന്നത് ഈ വ്യക്തത വരുത്താൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. തുടർന്ന് ചാണക്യന്റെ ഏറ്റവും ശക്തമായൊരു തത്വത്തിലേക്ക് വരാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണിത്. ഒരു കാര്യം സാധിക്കുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും പറയരുത്. മാനിഫെസ്റ്റേഷനിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഊർജ്ജം രൂപപ്പെടുന്നുണ്ട്. ആ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിത്ത് പോലെയാണ്. അത് മുളച്ചുവരാൻ അതിന്റേതായ സമയമെടുക്കും. എന്നാൽ നിങ്ങളത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ സംശയങ്ങളും നെഗറ്റീവ് ചിന്തകളും പരിഹാസങ്ങളും നിങ്ങളുടെ ആ ഊർജ്ജത്തെ നശിപ്പിക്കുന്നു. ഇതൊക്കെ നടക്കുമോ, നിന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകും. പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ സംശയം വന്നാൽ പിന്നെ അതെങ്ങനെ യാഥാർത്ഥ്യമാകും? അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും ഒരു രഹസ്യമായി സൂക്ഷിക്കുക. അത് യാഥാർത്ഥ്യമാകുന്നതുവരെ നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം മാത്രം ലോകത്തോട് ശബ്ദമുണ്ടാക്കട്ടെ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തോട് ചോദിക്കുന്ന രീതിയാണ്. മിക്ക ആളുകളും പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് ഇല്ലായ്മയുടെയും സങ്കടത്തിന്റെയും അവസ്ഥയിൽ നിന്നാണ്. എനിക്ക് പണമില്ല, എനിക്ക് പണം തരണേ, എനിക്ക് സമാധാനമില്ല, സമാധാനം തരണേ എന്നിങ്ങനെയാണ് നമ്മൾ സങ്കടത്തോടെ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സന്ദേശം ഇല്ലായ്മയുടേതാണ്. ആകർഷണ നിയമമനുസരിച്ച് സമാനമായവ സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇതിനു പകരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു വേണം പ്രപഞ്ചത്തോട് ചോദിക്കാൻ. അതിയായ കൃതജ്ഞതയോടുകൂടി വേണം ചോദിക്കാൻ. ചാണക്യൻ എപ്പോഴും സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇനി കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ മുറിയിൽ അടച്ചിരുന്ന് ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. ഇവിടെയാണ് പലർക്കും വലിയ തെറ്റുപറ്റുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് പലവിധത്തിലുള്ള അവസരങ്ങൾ നൽകും. എന്നാൽ ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞുപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ഒരു സിംഹം ഗുഹയിൽ വെറുതെ കിടന്നാൽ മൃഗങ്ങൾ വന്ന് അതിന്റെ വായിലേക്ക് വീഴില്ല എന്ന് ചാണക്യൻ പറയുന്നുണ്ട്. സിംഹത്തിന് വിശപ്പ് മാറണമെങ്കിൽ അത് എഴുന്നേറ്റ് ഇര തേടിയിറങ്ങണം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ശക്തമായി പ്രപഞ്ചത്തോട് ചോദിച്ചാലും അതിനനുസരിച്ചുള്ള പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ യാതൊരു അത്ഭുതവും സംഭവിക്കില്ല. നിങ്ങൾ ഉയർന്ന ഒരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പ്രവൃത്തിയും ആഗ്രഹവും ഒരേ ദിശയിലായിരിക്കണം.
അപ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നത്. ഭയമെന്ന വികാരത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ലക്ഷ്യപ്രാപ്തിയിൽ വളരെ പ്രധാനമാണ്. ഭയം മനസ്സിലേക്ക് വന്നാൽ ഉടൻ തന്നെ അതിനെ ആക്രമിച്ച് നശിപ്പിക്കണമെന്നാണ് ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിൽ ഭയത്തിന് വലിയ പങ്കുണ്ട്. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുകയും അത് നടക്കുമോ എന്ന ഭയം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ആ ആഗ്രഹം ഒരിക്കലും സഫലമാകില്ല. ഭയം എന്നത് വളരെ ശക്തമായ നെഗറ്റീവ് ഊർജ്ജമാണ്. അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ വേരോടെ തകർക്കും. ഭയത്തെ നേരിടാനുള്ള ഒരേയൊരു വഴി ധൈര്യത്തോടെ മുന്നോട്ടു പോകുക എന്നത് മാത്രമാണ്. തോൽവികളെ ഭയപ്പെടാതിരിക്കുക. ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള പുതിയ പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. തോൽക്കാൻ തയ്യാറുള്ളവന് മാത്രമേ വലിയ വിജയങ്ങൾ നേടാൻ കഴിയൂ. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, ആവശ്യമില്ലാത്ത വാർത്തകൾ, മറ്റുള്ളവരുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ, ഇതെല്ലാം നമ്മുടെ വിലപ്പെട്ട ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നു. ചാണക്യൻ എപ്പോഴും ഏകാഗ്രതയെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു കൊക്കിനെപ്പോലെ ഏകാഗ്രമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊക്ക് വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കുന്നത് മീനില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഏറ്റവും വലിയ മീനിനെ പിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ള കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയവും ഊർജ്ജവും പാഴാക്കാതിരിക്കുക. പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ തന്നെയായിരിക്കണം. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകളെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം പല വഴികളിലൂടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും. അത് ചിലപ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയിലൂടെയാകാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകത്തിലെ വരികളിലൂടെയാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ശക്തമായ ചിന്തയിലൂടെയാകാം. ഈ സൂചനകളെ തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം. എപ്പോഴും ഒച്ചപ്പാടുകളിലും ബഹളങ്ങളിലും ജീവിക്കുന്ന ഒരാൾക്ക് ഈ സൂചനകൾ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദിവസവും കുറച്ചു സമയം നിശബ്ദമായി ഇരിക്കാൻ പരിശീലിക്കുക. ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പ്രപഞ്ചവുമായി കൂടുതൽ അടുക്കാനും സഹായിക്കും. സമയത്തിന്റെ വില മനസ്സിലാക്കുക എന്നത് ചാണക്യന്റെ മറ്റൊരു സുപ്രധാന ഉപദേശമാണ്. കടന്നുപോയ സമയം ഒരിക്കലും തിരികെ വരില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നാളെ ചെയ്യാമെന്ന് കരുതി ഒന്നും മാറ്റിവെക്കരുത്. പ്രപഞ്ചത്തോട് നിങ്ങൾ ഇന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. മടിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. മടിയുള്ളവന് ഈ ഭൂമിയിലും സ്വർഗ്ഗത്തിലും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ നിമിഷവും ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളായിരിക്കണം. ഇന്നത്തെ പണി ഇന്നേ തീർക്കുക എന്നത് വിജയത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് കേവലം ഒരു തന്ത്രമല്ല, അതൊരു ജീവിതരീതിയാണ്. അത് നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എപ്പോഴും പ്രതിഫലിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതും നെഗറ്റീവായി സംസാരിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പുറത്തേക്ക് വിടുന്ന ഊർജ്ജം തന്നെയാണ് നിങ്ങൾക്ക് ഇരട്ടിയായി തിരികെ ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിജയത്തെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അസൂയയും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിനെ ഇരുട്ടിലാക്കും. പ്രകാശമുള്ളിടത്ത് മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റുപാടുകൾക്കും സുഹൃദ്വലയത്തിനും ഇതിൽ വലിയ പങ്കുണ്ട്. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാൻ ചാണക്യൻ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. എപ്പോഴും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്ന, ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ കൂടെയാണോ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെയെങ്കിൽ ആ കൂട്ടുകെട്ട് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനം നൽകുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവ് ഊർജ്ജമുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ഒരു നല്ല പുസ്തകം 1000 സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം വായിക്കുക. ഇതെല്ലാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ വളരെ വേഗത്തിലാക്കും. ക്ഷമ എന്നത് ഏത് വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ അത്യാവശ്യമായ ഒരു ഗുണമാണ്. നമ്മളൊരു വിത്ത് മണ്ണിൽ പാകിയാൽ പിറ്റേ ദിവസം തന്നെ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായി വെള്ളവും വളവും നൽകി അത് വളർന്നു വലുതാകുന്നതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും. പ്രപഞ്ചത്തോട് ചോദിച്ച ഉടനെ അത് കൈകളിൽ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടരുത്. പ്രപഞ്ചത്തിന് കാര്യങ്ങൾ നടത്തിത്തരാൻ അതിന്റേതായ സമയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ മികച്ചതായിരിക്കും പ്രപഞ്ചം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ സമയവും ഊർജ്ജവും ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി ചിലവഴിച്ചുകൊണ്ടേയിരിക്കുക. ചാണക്യന്റെ ചിന്തകൾ ഈ ആധുനിക യുഗത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. കാലങ്ങൾ എത്ര മാറിയാലും മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തന രീതികൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ മനസ്സിലാക്കിയ അതേ മനഃശാസ്ത്രം തന്നെയാണ് ഇന്നും മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ജീവിക്കുന്നത്.
മാനിഫെസ്റ്റേഷൻ എന്നത് ഇതിനു നൽകിയ പുതിയൊരു പേര് മാത്രമാണ്. അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ പണ്ടുമുതലേ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നതാണ്. നമ്മുടെ പൂർവികരും പണ്ഡിതന്മാരും പറഞ്ഞുവെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ലോകം പുതിയ രീതികളിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം വേരുകളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ബോധവാന്മാരാകുക, അതിൽ മറഞ്ഞിരിക്കുന്ന വലിയ നിധികൾ കണ്ടെത്തുക. അത്തരത്തിലുള്ള ഒരു വലിയ നിധിയാണ് ചാണക്യനീതി. നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയും മാറും. ഒരു നല്ല ശില്പി ഒരു കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തിമാറ്റുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ ഒരു ശില്പം രൂപപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയും നെഗറ്റിവിറ്റിയെയും ഭയത്തെയും ചെത്തിമാറ്റുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തമായ വ്യക്തിത്വം പുറത്തുവരും. ആ വ്യക്തിത്വത്തിന് പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാൻ കഴിയും. പരാജയങ്ങൾ എല്ലാവർക്കും സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. എന്നാൽ ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കുന്നിടത്താണ് നിങ്ങളുടെ യഥാർത്ഥ വിജയമിരിക്കുന്നത്. ഒരിക്കലും തളരരുത്. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും അപ്രാപ്യമാണെന്ന് തോന്നിയാലും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന അചഞ്ചലമായ വിശ്വാസം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുക. പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണമെന്നും അതെങ്ങനെ സ്വന്തമാക്കണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇനി ഒട്ടും താമസിപ്പിക്കേണ്ടതില്ല. നിങ്ങളുടെ അടക്കിവെച്ച സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. അവയെ ആകാശത്തിന്റെ അതിരുകളില്ലാത്ത ഉയരങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ തയ്യാറായി അത് കാത്തുനിൽക്കുകയാണ്. ചോദിക്കേണ്ട രീതിയിൽ വ്യക്തതയോടെ ചോദിച്ചാൽ, പ്രവർത്തിക്കേണ്ട രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായും സംഭവിക്കും. അത് വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമായിരിക്കും. ഈ അറിവുകൾ നിങ്ങളുടെ മനസ്സിൽ വെറുതെ കിടക്കാൻ അനുവദിക്കരുത്. ഇന്നു മുതൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.